റഹ്മാനെ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ എല്ലാം എത്രയും പെട്ടെന്ന് അത് നിർത്തിയടേ അല്ലാ. അത് നിർത്താൻ അതിൻ്റെ ആളുകൾക്ക് തോന്നിപ്പിക്കണേ അല്ലാ. ലോകത്ത് മുഴുവൻ ജനങ്ങളും പട്ടിണിയിലായി പോകുന്ന വളരെ വ്യവസ്ഥാപിതമായ നിലയിൽ പട്ടിണിയായി പോകുന്ന ഒരവസ്ഥ വന്നു പോകും. നീ അതിന് കാത്തുരക്ഷിക്കുക. ഒരു നീണ്ട വയത് പറയുകയല്ല. റമദാൻ്റെ അവസാനത്തെ 10 കടന്ന ഈ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. രാവും പകലും എല്ലാം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന സമയങ്ങളാണ്. റമദാൻ മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു, റമദാൻ അല്ലാത്ത കാലത്ത് ചെയ്യുന്നതിൻ്റെ 70 ഇരട്ടി പ്രതിഫലം റമദാനിന് അള്ളാഹു തആല കൊടുക്കും. റമദാൻ അല്ലാത്ത കാലത്ത് ഒരു ഫർള് ചെയ്താൽ അതിന് അള്ളാഹു തആല കൊടുക്കുന്ന പ്രതിഫലത്തിൻ്റെ 70 ഇരട്ടി അള്ളാഹു റമദാൻ മാസത്തിൽ കൊടുക്കും. കാരണം മറ്റ് ഏത് അമലിനേക്കാളും വളരെ രഹസ്യമായതും മനുഷ്യൻ്റെ പ്രകൃതിക്ക് ബുദ്ധിമുട്ടായതും ആണ് നോമ്പ് തുറക്കുക എന്നത്. മനുഷ്യൻ്റെ പ്രകൃതി അള്ളാഹു അങ്ങനെയാണ് പടച്ചിട്ടുള്ളത്. വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, എന്തെങ്കിലും നമ്മുടെ വയറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ആ നിലയിലാണ് മനുഷ്യനെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാതിരുന്നാൽ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് 2 ദിവസം തുടർച്ചയായി രാത്രി മുറിക്കാതെ ഞങ്ങൾ നോമ്പ് നോൽക്കട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒത്തുകൊടുത്തു. നബി തങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചാൽ രാത്രി ഒന്നും കുടിക്കാതെ കഴിക്കാതെ പിറ്റേന്ന് നോമ്പ് നോൽക്കും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ നബിതങ്ങൾ നോമ്പ് പിടിക്കുന്നത് പോലെ, ഇടക്കിടക്ക് നബിതങ്ങൾ നോമ്പ് പിടിക്കുന്നത് പോലെ ഞങ്ങളും നോമ്പ് പിടിക്കട്ടെ 2 ദിവസം തുടർച്ചയായി? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല, അതൊരിക്കലും പാടില്ല. ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഞാൻ നോക്കുന്നത് കണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ പറ്റൂല. നിങ്ങളങ്ങനെ 2 ദിവസം തുടർച്ചയായ നോമ്പ് ഒരിക്കലും നോൽക്കാൻ പാടില്ല. തുടർച്ചയായ നോമ്പ് നോക്കാൻ പാടില്ലാൽ ഇന്നലെയും ഇന്നും നോക്കാൻ പാടില്ല എന്നല്ല. ഇന്നലെ ഒന്നും കഴിക്കാതെ നോമ്പ് നോറ്റ് രാത്രിയാകുമ്പോഴൊന്നും കഴിക്കാതെ വെള്ളം കുടിക്കാതെ നേരം വെളുക്കുന്നത് വരെ കഴിച്ചു, പിന്നെ വൈകുന്നേരം വരെ നോമ്പ്. അപ്പോൾ ഈ 2 ദിവസം തുടർച്ചയായി ഒരൊറ്റ വെള്ളം, ഒരു ഭക്ഷണം മാത്രമായി നോമ്പ് പിടിക്കാൻ സ്വഹാബത്തിൽ ചില ആളുകൾ സമ്മതം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് കഴിയും, ഞങ്ങളങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലസ്തു മിസ്ലക്കും, ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ ചെയ്യണ്ട. ഞാൻ നിങ്ങളെപ്പോലെ അല്ല. എനിക്ക് അല്ലാഹു തആല അതിനുള്ള പ്രത്യേക ഓർഡറും പ്രത്യേക ശക്തിയും നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ
രാത്രിയിൽ നോമ്പ് മുറിക്കാതെ 2 ദിവസം തുടർച്ചയായി നോമ്പ് പിടിക്കും. ഇസ്ലാമിൻ്റെ ആദ്യത്തിൽ നോമ്പ് ഒരാൾ തുറന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഭക്ഷിക്കാൻ പാടില്ല. രാവും പകലും ഒന്നായിട്ട് നോമ്പ് തന്നെ. കഴിക്ക് വന്ന് കുടിച്ച് അല്പം ഉറങ്ങിപ്പോയാൽ പിന്നെ ആ സമയം മുതൽ പിറ്റേന്ന് ഉറവ് വരെ നോമ്പ്. ഇതായിരുന്നു ഇസ്ലാമിൻ്റെ തുടക്കത്തിലുണ്ടായത്. അപ്പോൾ സഹാബികൾക്ക് വല്ലാത്ത ആഗ്രഹം. പല ആളുകളും നേരത്തെ പറഞ്ഞത് 1-2 ആളുണ്ടാവും 2 ദിവസം തീർച്ചയായും നോമ്പ് വെൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വലിയ ശക്തിയുള്ള ഈമാനിൻ്റെ ശക്തിയും ശരീരത്തിൻ്റെ ശക്തിയും രണ്ടും കൂടിയുള്ള ആളുകളായിരിക്കും നേരത്തെ പറഞ്ഞത്. പൊതുവെ പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്ന് പലരും പറഞ്ഞു, നബിയെ, രാത്രി നേരം വെളുക്കുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയും പിന്നെ പകൽ നോമ്പ് പിടിക്കുക, അത് രണ്ടും കൂടി ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് ചിലർ പറഞ്ഞു. മറ്റ് ചിലർ നോമ്പ് തുറന്നതിന് ശേഷം സുബഹിക്ക് മുമ്പായി അവരുടെ ഭാര്യമാരുമായി സംഗമിച്ചു പോയി. നേരം വെളുത്തപ്പോൾ ആണ് അവർ നേരം വെളുത്തു പോയല്ലോ എന്ന് ആലോചിക്കുന്നത്. അങ്ങനെ അല്ലാഹു തആല കുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ അസ്വദി, വെളുത്ത നൂലും കറുത്ത നൂലും വേർതിരിച്ചറിയുന്നത് വരെ നിങ്ങൾ തിന്നോളൂ എന്ന് ഓർഡർ കൊടുത്തപ്പോൾ ചില ആളുകൾ ഉറങ്ങാൻ പോകുമ്പോൾ 2 നൂല്, ഒരു കറുത്ത നൂലും ഒരു വെളുത്ത നൂലും എടുത്ത് തലക്കാടിൻ്റെ ചോട്ടിൽ വെച്ച് സുബഹിയായിട്ട് നോക്കിയിട്ടും ഈ 2 നൂല് ഏതാണ് വെളുത്തത് ഏതാണ് കറുത്തത് എന്ന് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം സന്തോഷമായിപ്പോയി. 10 മണി വരെ 10 മണി വരെ ആയിട്ട് വെളിച്ചം കാണുമ്പോഴാണ് നൂല് കാണുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നോച്ചാൽ മതിയല്ലോ വൈകുന്നേരം വരെ എന്നാൾക്ക് ചിലക്ക് സന്തോഷമായി. അങ്ങനെ ഒരു സഹാബി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഞാൻ ഇന്ന് 2 നൂല് എടുത്ത് വെച്ചിട്ട് അത് വെള്ള ഏതാണ് കറുത്തത് ഏതാണെന്ന് തിരിയാൻ സമയം വളരെ വൈകി. അപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കുന്നു, മിനൽ ഫജ്രി, ഈ വെളുത്തത് കറുത്തത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫജ്റു സാദിഖ് ഫജ്റുൽ കാദിബ് എന്ന് പറയുന്ന നേരം വെളുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചം ഇങ്ങനെ വിരങ്ങത്തിന് വെളിച്ചമുണ്ടാവും. ആ വെളിച്ചം അത് ഫജ്റുൽ കാദിബ് എന്നാണ് പറയുക. അതായത് നേരം വെളുക്കുകയാണെന്ന് ആളുകൾ കരുതിപ്പോവും. പിന്നെ നോക്കുമ്പോൾ ആ വെളിച്ചം കാണാനുണ്ടാവില്ല. അപ്പോൾ ആ സമയത്തെല്ലാം രാത്രിയാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വെളിച്ചം വരും. ആ വെളിച്ചം പിന്നെ അവസാനിക്കില്ല. അതിന് ഫജ്ർ സാദിഖ് എന്ന് പറയും. അപ്പോൾ അത് മുതൽക്കാണ് സുബഹിൻ്റെ സമയം കിടക്കുന്നത്, പകലിൻ്റെ സമയം കിടക്കുന്നത്. ഏതായാലും അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് അവരെ ദോഷം പൊറുപ്പിക്കാനും അവരുടെ അമലുകൾക്ക് എത്രയോ ഇരട്ടിയായി നൽകാനും നിശ്ചയിച്ചുകൊണ്ട് റമളാൻ മാസം മുഴുവനും നോമ്പ് പിടിക്കാനും റമളാനിൻ്റെ രാത്രികളിൽ ധാരാളം ഇബാദത്ത് ചെയ്യാനും ഒരു സന്ദർഭം ലഭിച്ചു.
എന്നാൽ അതിൽ വെച്ച് ഏറ്റവും ഒരു വലിയ സന്ദർഭം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമായി അള്ളാഹു കൊടുത്തതും കഴിഞ്ഞുപോയ 1,24,000 പരം വരുന്ന അമ്പിയ മുർസലീങ്ങൾക്കൊന്നും കൊടുക്കാതെ നബിതങ്ങളെ ഉമ്മത്തുകൾക്ക് മാത്രം സ്പെഷ്യലായി കൊടുത്തതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാത്രി. അത് റമദാനിൽ ഏതോ ഒരു രാത്രിയാണ്. പിന്നൊരിക്കൽ പറഞ്ഞന്ന് അവസാനത്തെ 10 നിന്നുള്ള ഏതോ ഒരു രാത്രി. അതാ ഏതാണെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അറിയിച്ചു കൊടുത്താൽ പിന്നെ എല്ലാവരും അന്ന് മാത്രം തറാവീഹ് കഴിക്കാനുണ്ടാവും. അല്ല പിറ്റേന്നുണ്ടാവില്ല, അതിന് മുമ്പും ഉണ്ടാവില്ല. മനുഷ്യന്മാരങ്ങനെയാണ്. വലിയ ചന്തണ്ട് കേൾക്കുമ്പോൾ അന്നൊക്കെ അവിടെ കച്ചവടം വെക്കുന്ന സ്വഭാവമുണ്ട്. ഗൾഫിലൊക്കെ പോയാൽ ഒരു വലിയ ബിൽഡിംഗ് ഒരു സ്ഥലത്തെടുക്കാൻ പോകുന്നു എന്ന് കേട്ടാൽ അവിടെ ഒരു ചെറിയ കുട്ടി കൊണ്ടുപോയി വെച്ചിട്ട് കാരണം ഈ തൊഴിലാളികൾ അവിടെ നിന്ന് സാധനമാകും. അങ്ങനെ ഒരു മാസത്തിൽ രാവും പകലും പുണ്യമായതിൻ്റെ പുറമെ ലൈലത്തുൽ ഖദ്ർ എന്ന ഒരു രാത്രി എന്താ അത് 1000 മാസത്തേക്കാൾ പുണ്യമായതാണ് എന്ന് പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, 1000 ദിവസമല്ല, 1000 മാസം. ആ മാസത്തേക്കാൾ പുണ്യമായതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പഠിപ്പിച്ചുകൊണ്ട് അത് ലോകത്തിന് മുഴുവൻ. നമ്മളിവിടെ ഇപ്പോൾ ഉച്ചക്ക് 1 മണി സമയമാണ്. അമേരിക്കയിൽ ഇപ്പോൾ രാത്രി 1 മണി സമയമാണ്. മലേഷ്യയിൽ ഇപ്പോൾ 4 മണിയാണ് വൈകുന്നേരം. സുമാർ അപ്പം അങ്ങനെ ലോകത്ത് രാവും പകലും വ്യത്യാസപ്പെടുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഒരു രാത്രിയിൽ ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹത്വം കൊടുക്കുന്നു. 1000 മാസത്തേക്കാൾ പുണ്യമായ ഒരു രാത്രി അല്ലാഹു നിശ്ചയിക്കുന്നു. അതെന്താണ് ഇന്ന ദിവസമെന്ന് അറിയിക്കാതെ എന്നത് ചില ഹദീസുകളിൽ അത് 27-ാം രാവ് ആവാമെന്ന് പറഞ്ഞ ഒറ്റക്കാലം കൊണ്ട് ചില ജനങ്ങളൊക്കെ 27 എല്ലാവരും പള്ളിയിൽ പോകും, അന്ന് മാത്രം നിൽക്കും. അങ്ങനെ ചിലരുണ്ട്. അതൊന്നും പറ്റില്ല. ഏത് രാത്രിയാണെന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. ഈ കൊല്ലം ഏത് രാത്രിയാണ്, അടുത്ത കൊല്ലം ഏത് രാത്രിയാണ് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഇബാദത്തുകളിൽ മുഴുകുക, നിസ്കാരം വർദ്ധിപ്പിക്കുക, സദഖ വർദ്ധിപ്പിക്കുക, ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കുക. ഖുർആൻ ഖതം തീർത്ത ആളുകളാരോ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിക്കും. ഞാൻ ഖതം തീർത്തോ? ഇല്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എല്ലാ ലോകത്തു നിന്നും ഫത്വക്ക് വേണ്ടിയും ഇൽമിന് വേണ്ടിയും ഷാഫി ഇമാമെ സമീപിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസമുണ്ടാവും. എന്നിട്ട് പോലും ഷാഫി ഇമാം റമദാൻ മാസം വന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം ആകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഖസമ് തീർക്കും.
വൈകുന്നേരമായിട്ട് സുബഹിയാകുമ്പോഴേക്ക് ഒരു ഖതമ് തീർക്കും. അങ്ങനെ റമദാനിൽ ഒരു ദിവസം 2 ഖതമ് തീർക്കുമായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയായിരുന്നു. വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളെല്ലാം പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം നടത്തും. അത് റമദാനിൽ പ്രത്യേകം അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. ഈ റമദാൻ അള്ളാഹു നിശ്ചയിച്ചതിൽ വേറെയും പല രഹസ്യങ്ങളുണ്ട്. എപ്പോഴും ഭാരതത്തിൽ നടക്കുന്ന പണക്കാരനും കുബേരനും പാവങ്ങളുടെ വിശപ്പുമായിട്ട് നടക്കുന്ന സാധുക്കളുടെ ഒരവസ്ഥ ഒന്ന് അറിയാൻ ഈ നോമ്പ് കൊണ്ട് സാധിക്കും. അങ്ങനെയാകുമ്പോൾ നല്ല മനുഷ്യർ സാധുക്കൾക്ക് വല്ലതും ചെയ്തു കൊടുക്കും. അല്ലാത്തവർക്ക് അതൊന്നും തിരിയില്ല. സാധുക്കളെ ആരെന്താ വളരെ പട്ടിണി കിടന്നിട്ട് വിഷമിക്കുന്ന സാധാരണക്കാർ ധാരാളം ആളുകളുണ്ട്. അവരിലേക്ക് നാം ഓരോരുത്തരും ചിന്തിക്കുകയും അവർക്ക് നമ്മളാൽ കഴിയുന്നത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ റമദാനിൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഖുർആനോത്ത് വർദ്ധിപ്പിക്കുകയും സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ദാനധർമ്മം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദാനധർമ്മത്തിന് 70 ഇരട്ടിയല്ല, എത്രയോ 70,000 പ്രതിഫലം ലഭിക്കും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ മിനർ റീഹിൽ മുർസലത്തി എന്ന അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വലിയ ധർമ്മിഷ്ഠരായിരുന്നു നബികൾ. കാറ്റടിച്ചാൽ അതെല്ലാ വസ്തുക്കൾക്കും കൊള്ളുമല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മം എല്ലാ ആളുകളും ധർമ്മം ചെയ്ത് റമദാൻ മാസത്തിൻ്റെ മുമ്പ് എന്ത് കയ്യിലുണ്ടോ അത് മുഴുവനും റമദാനോട് കൊടുത്തു തീർക്കും. നിങ്ങൾ കേട്ടില്ലേ, വഹദ് യുദ്ധത്തിൽ ഗനീമത്ത് കിട്ടി, സ്വർണം മാത്രം അങ്ങനെ കൊണ്ടുവന്ന് പള്ളിൻ്റെ ഒരു തെരുവിലിട്ടപ്പോൾ ഇപ്പുറത്തിരുന്നാൽ അപ്പുറത്തുള്ള ആളെ കാണൂല. അത്രയും ഉയരത്തിലുള്ള സ്വർണത്തിൻ്റെ കൂമ്പാരം അള്ളാഹുവിൻ്റെ റസൂല് അവിടെ ഇരുന്നിട്ട് എന്നിട്ട് വരുന്നവർക്കെല്ലാം എടുത്തു കൊടുത്ത് ഒരു ചെറിയ കഷ്ണം പോലും ബാക്കി വെക്കാതെ എല്ലാം കൊടുത്തു കളഞ്ഞു. അങ്ങനെ ധർമ്മം ചെയ്യുന്ന ആളുകളെ സ്ഥിതിയതാണ്. നല്ല നെയ്യത്തോടുകൂടി ധർമ്മം ചെയ്യണം. എൻ്റെ വക ഇഫ്താറുണ്ടായിരുന്നു, മറ്റല്ല ഇഫ്താറുണ്ടായിരുന്നു എന്ന് പറയാനല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാ ആളുകളും നിയ്യത്ത് ചെയ്ത് നോമ്പ് തുറപ്പിക്കുകയും സാധുക്കൾക്ക് സഹായം നൽകുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മളെ പള്ളി വളരെ ഭംഗിയാക്കി ഇവരൊക്കെ നന്നാക്കി തീർത്ത്. ഇന്നമായ അമ്മുറു മസാജിദുല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ശരിക്കും ഈമാനുള്ളവരാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലനം നടത്തുക എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഈ പള്ളിയെല്ലാം പരിപാലനം നടത്തി നോമ്പ് നോക്കാനും ആളുകൾക്ക് ഇരിക്കാനുള്ള തണുപ്പിൻ്റെ വഴിയുണ്ടാക്കി ഇതെല്ലാം ചെയ്തിട്ടുള്ള ഇവിടുത്തെ കച്ചവടക്കാരും ഇവിടുത്തെ പ്രവർത്തകരും അല്ലാഹു തആല അവർക്കെല്ലാവർക്കും
ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഞാൻ സംസാരിക്കുന്നില്ല. ഫിത്ർ സക്കാത്ത് എല്ലാവരും കൊടുക്കണം. ഫിത്ർ സക്കാത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥത്തിന് 3 ലിറ്ററും 200 മില്ലി ലിറ്ററും, അങ്ങനെ 3,200 ഉണ്ടായാൽ ഒരാളുടെ ഫിത്ർ സക്കാത്ത് ആയി. അങ്ങനെ സ്വന്തം നഫ്സിന്, ഭാര്യ, മക്കൾ, വീട്ടിൽ താമസിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഓരോ 3,200 വീതം, ഓരോ സാഹബ് വീതം അരി വാങ്ങിക്കൊണ്ടുവന്ന് അത് അടുത്ത വീട്ടുകാർക്കും കുടുംബക്കാർക്കും ബന്ധപ്പെട്ടവർക്കും കൊടുത്തയച്ച് ഫിത്ർ സക്കാത്ത് നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ ചെറിയ പെരുന്നാളിന് അരിയും ഗോതമ്പും കൊടുക്കുന്നതാണ് ഫിത്ർ സക്കാത്ത്. വലിയ പെരുന്നാളിന് ഉദയം കാത്തിട്ട് ഇറച്ചി കൊടുക്കുന്നതാണ് ഏറ്റവും സുന്നത്തായ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസം ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും പെടുത്തി തരട്ടെ. ഫത്വൽ മൊയിലുണ്ട്, മുസ്തഖാന്ന് പറഞ്ഞ സാധനമുണ്ട്, അറിയോ? മുസ്തഖാന്ന് മരുന്ന് പീടികയിലൊക്കെ ഉണ്ടാവും. എന്താ മുസ്തഖാന്ന് പറഞ്ഞാൽ? ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ. പഴയ ഒരു മരുന്ന് പീടിക ഉണ്ടല്ലോ, അത് വായിലിട്ടാൽ വെള്ളം ഉണ്ടാവുമെന്നാണ് പറയുന്നത് കുറേ നേരം. അപ്പോൾ വെള്ളം കുടിക്കാത്തതുകൊണ്ട് നോമ്പ് മുറിക്കേണ്ടി വരുമെന്ന് കണ്ടാൽ ആ മുസ്തഖ തൊള്ളയിലിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് അതിറക്കിയാലും നോമ്പ് മുറിയൂല എന്ന് ഫത്വൽ മൊയിലുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ പോകണ്ട നമ്മൾ, അല്ലാണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അങ്ങ് എത്തിപ്പോകും. ഞാൻ ഇന്നലെ മെനയാന്ന് ഒരു പഴം തോല് കൊടുത്തതിന് ഒരു കണ്ണം വായിലിട്ട് പ്രാർത്ഥന പോയി വാങ്ങി കേട്ടത്. പിന്നെ അന്നങ്ങനെ കേട്ടത് എന്നിട്ട് ഞാൻ ബാക്കിയായാലോ, മരിച്ചു പോയില്ലല്ലോ. വിശപ്പുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തിൽ ഏറ്റി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. എല്ലാവരും ഈ ഗൾഫ് യുദ്ധം നിന്ന് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. കാര്യം വലിയ അപകടത്തിലേക്ക് പോവാണ്. ഭക്ഷ്യസാധനവും വെള്ളവും പെട്രോളും ഇതൊക്കെ നിന്ന് പോയാൽ ലോകമൊട്ടാകെ നാശമാണ്. അതുകൊണ്ട് എല്ലാവരും ആ യുദ്ധം നിന്ന് കിട്ടാനും ലോകസമാധാനം ഉണ്ടാവാനും ദുആ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അർഹമർറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് ഏറ്റി തരണം. അല്ലാഹ് പരിശുദ്ധ റമദാനിലെ നോമ്പ് നോറ്റ് വിടാനും അവസാന ഫിത്ർ സക്കാത്ത് കൊടുക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമെന്നാണ്. പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം. അല്ലാഹ് തന്നെ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ
എല്ലാം എത്രയും പെട്ടെന്ന് അത് നിർത്തിയടേ അല്ല. അത് നിർത്താൻ അതിൻ്റെ ആളുകൾക്ക് തോന്നിപ്പിക്കണേ അല്ല. ലോകത്ത് മുഴുവൻ ജനങ്ങളും പട്ടിണിയിലായി പോകുന്ന വളരെ വ്യവസ്ഥാപിതമായ നിലയിൽ പട്ടിണിയായി പോകുന്ന ഒരവസ്ഥ വന്നു പോകും. നീ അതിന് കാത്തുരക്ഷിക്കുകയല്ല. അതില്ലാതിരിക്കാനുള്ള എന്ത് വ്യവസ്ഥകളുണ്ടെങ്കിലും അത് നീ ഉണ്ടാക്കി ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാ. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ യുദ്ധം എത്രയും പെട്ടെന്ന് നീ അവസാനിപ്പിച്ചു തരണേ അല്ലാ. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ മദീനയും മസ്ജിദുൽ അഖ്സയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഹറമൈൻ ശരീഫും അതുപോലെ മസ്ജിദുൽ അഖ്സയും നീ രക്ഷപ്പെടുത്തണം അല്ലാ. അതുപോലെ മുഅ്മിനീങ്ങൾ ലക്ഷക്കണക്കിന് ജീവിക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളുണ്ട്. അവിടെയെല്ലാം നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുദോഷങ്ങളും വൻദോഷങ്ങളും നീ പുറത്തു തരണമല്ല. ഞങ്ങൾ സാധുക്കളാണ്. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കി തരണേ അല്ല. ഞങ്ങളുടെ ദോഷങ്ങളെ മാപ്പ് ചെയ്യണേ അല്ല. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഉമ്മ അപ്പന്മാർ, ജ്യേഷ്ഠാജന്മാർ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, അവരെ എല്ലാവരുടെയും ദോഷം നീ പൊറുക്കണേ അല്ലാ. അവരെ ഖബറുകളെല്ലാം നീ സ്വർഗതോപ്പാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ ത്വാഴത്തിലായി ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. സർവ്വരോഗങ്ങളും ശിഫയാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ. നിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യണം അല്ലാ. കോഴിക്കോട്ട് പള്ളി ഇല്ലാത്ത കാലത്ത് നമ്മളൊരു പള്ളി ഉണ്ടാക്കാൻ തരം കിട്ടിയാൽ നന്നായിരുന്നു എന്നാഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ടാക്കിയതായിപ്പോൾ. ഇപ്പം ഇനിയൊരാഗ്രഹം വലിയൊരു പള്ളി ഉണ്ടാക്കണമെന്നാണ്. അള്ളാഹു താല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന കണ്ട ആളുകളൊക്കെ വിഷമിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല വലിയൊരു പള്ളി നമുക്ക് കോഴിക്കോട്ട് വേണം. അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ. അത് സന്നദ്ധരാകുന്ന ആളുകളും അതിൻ്റെ കാശും അതിൻ്റെ സ്ഥലവും ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കലാണുള്ളത്. നമ്മളൊന്നും അറിയില്ല. അള്ളാഹു അതെല്ലാം എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ തരട്ടെ. അർഹമറാഹിമേ, ഞങ്ങളുടെ എല്ലാ കടങ്ങളും, വ്യക്തിപരമായ കടങ്ങളും സംഘടനാപരമായ കടങ്ങളും നീ വീട്ടിൽ തരട്ടെ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ആസ്പത്രിയിൽ കിടക്കുന്നവരും അല്ലാത്തവരുമായ പല ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസനാക്കി തരണമല്ല. ഈ റമദാനിൻ്റെ ബഹുമാനം കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണമല്ല. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ ശിഷ്യന്മാരുടെയും കുടുംബങ്ങളുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ല. ഈമാനോടുകൂടി ഞങ്ങളെല്ലാവരെയും അവസാനം മരിപ്പിക്കണേ അല്ല. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നബിതങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ല. അവിടുത്തെ ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല. ഞങ്ങളെയും ഞങ്ങൾ ഉമ്മമാർ, ഉസ്താദന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുക്കളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله.